ഹലോ. ഞാനും മൂത്ത ചേച്ചിയും കൂടെ രണ്ടാമത്തെ ചേച്ചി താമസിക്കുന്നത് ബാംഗ്ലൂരാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇത്തവണത്തെ നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം ഷോപ്പിംഗ് തന്നെയായിരുന്നു കേട്ടോ. കാരണം ഞാനും രണ്ടാമത്തെ ചേച്ചിയും ഒത്തിരി പ്രാവശ്യം ബാംഗ്ലൂർ സ്ട്രീറ്റ് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ മൂത്ത ചേച്ചി ഇതുവരെ അങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും പോയിട്ടില്ല. ഇത്തവണ അവളെ എന്തായാലും ഒന്ന് കൊണ്ടുപോകണം, ഇഷ്ടമുള്ളതെല്ലാം വാങ്ങിക്കാനുള്ള ഇഷ്ടംപോലെ സമയം ഒക്കെ കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് രാവിലെ തന്നെ ഞങ്ങൾ കെട്ടിയൊരുങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ജയനഗർ 4th ബ്ലോക്ക് ആണ് കേട്ടോ. അവിടെ നല്ല രീതിയിൽ ഷോപ്പിങ്ങിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഷോപ്പിങ്ങിനൊക്കെ വേണ്ടി പോകുമ്പോഴും അല്ലെങ്കിൽ ഒത്തിരി ഒത്തിരി സ്ഥലങ്ങളിൽ ഇറങ്ങണം, അങ്ങനത്തെ ഒരു ട്രാവലിംഗ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ബാംഗ്ലൂർ നമ്മളെപ്പോഴും മെട്രോ ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ മെട്രോയിൽ ഇരുന്നിട്ട് ഞങ്ങൾ ഇപ്പോൾ കഴിക്കുന്നത് മാങ്ങാത്തൊലിയാണ് കേട്ടോ. ഞങ്ങളുടെ ഒരു എനർജി ബൂസ്റ്ററാണ് ഈ മാങ്ങാത്തൊലി. നമുക്ക് പ്രഷർ പൊടിക്ക് കുറവുള്ള ആൾക്കാരാണ് 3 പേരും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉപ്പിൻ്റെ അംശമൊക്കെ ഉള്ള സാധനങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങൾ അങ്ങ് കൂടുതൽ എനർജറ്റിക് ആവും. ഇതെന്താ സ്ട്രീറ്റ് ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് മുകളിലാണല്ലോ കറങ്ങി നടക്കണ കാണണേ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ, നല്ല പൊരിഞ്ഞ വെയിലത്ത് ഷോപ്പിങ്ങിന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കരിഞ്ഞെരിഞ്ഞു പോകും. അത് കാരണം ഞങ്ങൾ ആദ്യം കുറച്ചൊന്ന് വെയിലൊന്ന് ആറട്ടെ, ഒരു 2 മണിക്ക് ആവുമ്പം സ്ട്രീറ്റ് ഷോപ്പിങ്ങിലേക്ക് പോകാമെന്ന് വിചാരിച്ച് കുറച്ച് നേരം മോളിൽ സ്പെൻഡ് ചെയ്യുന്നതാണ്. ഈ ഒരു ഷോപ്പിംഗ് മോള് എൻ്റെ ചേച്ചിക്ക് ഭയങ്കര ഫെമിലിയർ ആണ്. കാരണം അവൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് എൻട്രൻസ് ഉള്ളൊരു മോളാണ് കേട്ടോ. അപ്പോൾ അവൾ ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഫുഡ് കഴിക്കലും ചെറിയ ചെറിയ ഷോപ്പിംഗ് ഒക്കെ എപ്പോഴും ചെയ്യാറുള്ളത് കൊണ്ട് ഈ ഒരു മോളുടെ മുക്കും മൂലയും പുള്ളിക്കാരത്തേക്ക് അറിയാം. അപ്പോൾ ഞങ്ങൾ എല്ലാവരുടെയും കയറി ജസ്റ്റ് ആ ഒരു ടൈം അവിടെ സ്പെൻഡ് ചെയ്തു എന്ന് മാത്രം. അവിടെ നിന്ന് അങ്ങനെ കാര്യമായിട്ടൊന്നും വാങ്ങിയില്ല. പക്ഷെ അവിടെ നിന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചായിരുന്നു. കാരണം ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് ഒന്ന് സമാധാനമായിട്ട് ഇറങ്ങിയാലാണ് നമുക്ക് ഇഷ്ടം പോലെ തെണ്ടി അലഞ്ഞ് നടക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ നല്ല സിമ്പിളായിട്ടാട്ടോ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു 2 ബറീറ്റോ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ KFCയുടെ ചിക്കൻ വിങ്സ് ഒരു 3-4 എണ്ണം അത്രേ കഴിച്ചിട്ടുള്ളൂ. കാരണം അത് തന്നെ നമുക്ക് ധാരാളമായിരുന്നു. ഈ ബറീറ്റോ എന്ന് പറയുന്ന സംഭവം ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈം ആട്ടോ കഴിക്കുന്നത്. ഞാൻ അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഇടാം. കാരണം എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ഹെൽത്തി ഓപ്ഷനും കൂടിയാണ് ഈ ബറീറ്റോ കേട്ടോ. ബറീറ്റോ എന്ന് തന്നെയാണ് എൻ്റെ പ്രൊണൗൺസിയേഷൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ. അപ്പം ഞങ്ങളിതാ വയറ് നിറച്ച് ഫുഡ് കഴിച്ചു. ചേച്ചിമാരുടെ ഒപ്പം ഏത് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്താലും അപ്പം പറയും, അയ്യോ ഡിഞ്ചുവിനെ കണ്ടു കഴിഞ്ഞാൽ ചേച്ചി പോലെയുണ്ട്, അനീത്തിയാന്ന് പറയത്തില്ലെന്ന്. ഇത് ഞാൻ പറഞ്ഞ് തോറ്റ്. ഞാനുണ്ടല്ലോ ജനിച്ച് എനിക്ക് 1 വയസ്സായപ്പം മുതൽ ഞാൻ ഇവരുടെ ചേച്ചി പോലെയാണ് ഇരിക്കുന്നത്. അതിപ്പോൾ ഞാൻ എന്തോ ചെയ്തിട്ടാന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്നെ അങ്ങനത്തെ ഒരു ഫേസ് മെച്യൂരിറ്റി ഫേസ് ആണ്. പിന്നെ എനിക്കാണ് വണ്ണവും പൊക്കമൊക്കെ കൂടുതൽ. അപ്പം മേ ബി അതുകൊണ്ടായിരിക്കാം. എനിക്ക് അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾ കമൻസിൽ പറഞ്ഞാലും ഓക്കെ അല്ലെങ്കിൽ ഹാർട്ടൊക്കെ തന്നെ റിപ്ലൈ തരാൻ എനിക്ക് പറ്റുള്ളൂ. അല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്യാനാ, എൻ്റെ ചേച്ചിമാരൊരു ക്യൂട്ടി പൈസ ആയിപ്പോയി. അവർ നല്ല ക്യൂട്ടായിട്ട് ഇരിക്കുന്നതിൽ എനിക്ക് നല്ല സന്തോഷമുള്ളൂ കേട്ടോ. അതെൻ്റെ ചേച്ചിമാരല്ലേ, അപ്പോൾ അവർ നന്നായിട്ട് ഇരിക്കട്ടെ. എല്ലാവരും അവരവരുടേതായ രീതിയിൽ യുണീക്ക് ആണല്ലോ. അപ്പോൾ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. പക്ഷേ ചില ആളുകൾക്ക് കമ്പയർ ചെയ്ത് പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇനിയും കമൻസിൽ പറയാട്ടോ. ഞാൻ വെയിറ്റിംഗ് ആണ് അതിന് റിപ്ലൈ തരാൻ വേണ്ടിയിട്ട്. ഒന്നുമില്ല, ഒരു ഹാർട്ടായിരിക്കും റിപ്ലൈ. അതിൽ കൂടുതൽ ഒന്നും എനിക്ക് പറയാനില്ല കേട്ടോ. നമ്മളിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന അവസാനം എന്താ ഇങ്ങനെ ഒരു സീറ്റ് കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, അതിനകത്ത് ചെന്നിരിക്കുമ്പോൾ കിട്ടുന്നൊരു ആശ്വാസം പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ അവിടെ അങ്ങോട്ട് കുത്തി ഇരുന്നിട്ടുണ്ട്. പിന്നെ ഒരു 10 മിനിറ്റ് ഞാൻ അവിടെ അങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയാണ് നമ്മൾ സ്ട്രീറ്റ് ഷോപ്പിങ്ങിലേക്ക് കടക്കാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുന്നത് മെട്രോ ആണ്. മെട്രോ ആണ് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ മെട്രോ പോകാൻ നോക്കുക. മെട്രോ ആണെങ്കിൽ പടപടേന്ന് എത്തുകയും ചെയ്യും, ട്രാഫിക്കും ഉണ്ടാകത്തില്ല. പിന്നെ ചില സമയങ്ങളിൽ നല്ല തിരക്കുണ്ടാവും കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് വന്നൊരു ഇഷ്യൂ ആണ് ഇതേപോലെ ചില സമയത്ത് ഇവർ കോയിനാണ് യൂസ് ചെയ്യുന്നത്. ഈ കോയിൻ ചിലപ്പം ഇങ്ങനെ വർക്കാവാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ 2 പ്രാവശ്യം നമുക്ക് വന്നായിരുന്നു. അത് പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ഡിസഡ്വാൻറ്റേജ് എല്ലാ കാര്യത്തിലും ഉണ്ടാവുമല്ലോ. അങ്ങനെ നമ്മൾ ജയനഗർ എത്തിയിട്ടുണ്ട്. ജയനഗർ 4th ബ്ലോക്ക് ആണ് കേട്ടോ ഇതിനെ പറയുന്നത്. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ട് ഷോപ്പ് ചെയ്യണം, ഒത്തിരി തിരക്കൊന്നും അല്ലാതെ അത്യാവശ്യം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ ഷോപ്പിംഗ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസ് ആണ് കേട്ടോ ഇത്. ഞാനിത് എടുത്തു പറയാൻ കാരണം ഞങ്ങൾ ചിക്പേട്ട് ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്പേട്ടും ജയനഗർ 4th ബ്ലോക്കും തമ്മിൽ കമ്പയർ ചെയ്യുമ്പം കുറച്ചും കൂടെ ഒരു സെലക്റ്റീവ് ആയിട്ടുള്ള ഐറ്റംസ് ഉള്ളതും പിന്നെ കുറച്ച് തിരക്ക് കുറവും മൊത്തത്തിലൊരു കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷമുള്ളത് ജയനഗർ 4th ബ്ലോക്കിലാണ്.
ചിക്പേട്ടിനും അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ എന്തായാലും ജയനഗറിനെ കുറിച്ച് സംസാരിക്കാം കേട്ടോ. ഞാൻ ഇതിന് മുൻപ് ഇതുപോലെ ഷോപ്പിങ്ങിന് ജയനഗറിന് വന്നപ്പോൾ ഉണ്ടായിരുന്ന അതേ സെയിം നൈസ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇപ്രാവശ്യം ഉണ്ടായിരുന്നത്. പിന്നെ ഞാനൊരു മെയിൻ കാര്യം പറയാം. നമ്മൾ ഈ സ്ട്രീറ്റ് ഷോപ്പിങ്ങിന് പോകുമ്പോൾ ബാർഗെയിനിങ് എന്ന് പറയുന്നൊരു കാര്യം ചിലർ അതിനെ ഇത്തിരി മോശമായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ആക്ച്വലി നമ്മൾ വില പേശുക അല്ലെങ്കിൽ ബാർഗെയിനിങ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ വളരെ നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമുക്കിപ്പം ആൾക്കാർ ഒരു പ്രൊഡക്റ്റ് തരുമ്പം ചിലപ്പം അവരത് പർച്ചേസ് ചെയ്ത് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടാവുന്ന 20 രൂപയ്ക്കോ 10 രൂപയ്ക്കൊക്കെ ആയിരിക്കും. നമ്മളോടത് വില പറയുമ്പോൾ ചിലപ്പോൾ 60 രൂപ 70 രൂപ എന്നൊക്കെ പറയും. അതവർ കയറ്റി പറയുന്നതാണ്. കാരണം ഇതിനൊന്നിനും പ്രൈസ് ടാഗ് ഇല്ല. അവർക്ക് തോന്നുന്ന വിലയാണ് അവർ പറയുന്നത്. അതാണ് ഈ മാർക്കറ്റിൻ്റെ പ്രത്യേകത. എൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുവാണെങ്കിൽ ബാർഗെയിനിങ് ചെയ്യാനും അല്ലെങ്കിൽ ഈ ഒരു വില പേശാനും മടിയുള്ളവർക്കും അറിയാത്തവർക്കും ഒക്കെ പറ്റാത്തൊരു പ്ലേസാണ് കേട്ടോ ഇത്. നല്ല രീതിയിൽ ബാർഗെയിനിങ് ചെയ്യണം. ഞാൻ ആദ്യം ഒരു ബാഗ് എടുത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു, ഒരു വലിയത്. അതിന് ആദ്യം പറഞ്ഞത് 250 രൂപയാണ്. പിന്നെ നമ്മളത് വാങ്ങിയിട്ടുണ്ടായിരുന്നത് 190 രൂപയ്ക്കാണ്. അപ്പോൾ ഇത്രയും ഡിഫറൻസിൽ അവരിത് നമുക്ക് സെയിൽ ചെയ്യണമെങ്കിൽ അവർക്ക് എന്തായാലും അതിനകത്തു നിന്നൊരു ലാഭമില്ലാതെ അവർ അത്രയും കുറയ്ക്കില്ലല്ലോ ലാസ്റ്റ്. പിന്നെ ഇപ്പോൾ ഈ വീഡിയോയിലാണെങ്കിലും സെയിൽ ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് പാവം തോന്നും. പക്ഷേ നമ്മൾ ഓരോരോ കടകളിൽ ചെല്ലുമ്പം അവർ ഡിഫറെൻറ്റ് പ്രൈസാണ് പറയുന്നത്. ചിലപ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഓരോരുത്തരും പല വിലയാണ് ഇടുന്നത്. നമ്മൾ ഈ ഒരു സ്ഥലത്ത് വരുന്നത് തന്നെ എന്തിനാണ്? നമുക്ക് വിലക്കുറവിൽ അത്യാവശ്യം നല്ല സാധനങ്ങൾ വാങ്ങി പോകുക എന്നുള്ള ലക്ഷ്യം കൊണ്ടാണല്ലോ. അപ്പോൾ ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കുന്നതിന് അതിൻ്റേതായ രീതിയിൽ എടുക്കുക. ബാർഗെയിൻ ചെയ്യുന്ന നമ്മൾക്കും തരുന്ന അവർക്കും അറിയാം ഇത് ഇവിടെ കുഴപ്പമില്ലാത്ത കാര്യമാണ്, ഇതിനു വേണ്ടി തന്നെയാണ് എല്ലാവരും വരുന്നത് എന്ന് അവർക്കും നമുക്കും നല്ലപോലെ അറിയാവുന്നതുകൊണ്ട് ഈ ബാർഗെയിനിങ് ഒരു ഓക്കെ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. പിന്നെ നടന്ന് വില പേശി ക്ഷീണിച്ചു. ഞങ്ങൾ അവസാനം വെള്ളമൊന്നും കണ്ടില്ല കേട്ടോ കുടിക്കാനായിട്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സ്ഥലമൊന്നും കണ്ടില്ല. അപ്പോൾ എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതിയിട്ട് ഞങ്ങളൊരു കേക്ക് ഷോപ്പ് കണ്ടു. അവിടെ കയറിയിട്ട് മാംഗോ ചീസ് കേക്ക് കഴിച്ചു. എൻ്റെ പൊന്നോ, കുറേ നേരം നമ്മൾ ഭക്ഷണം കഴിക്കാതിരുന്ന് എന്തെങ്കിലും കഴിക്കുമ്പോൾ കിട്ടുന്നൊരു ആശ്വാസം ഉണ്ടല്ലോ, പ്രത്യേകിച്ച് സ്വീറ്റ്. ആ ഒരു ആശ്വാസമായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് എനർജി കയറ്റിയിട്ട് ഞങ്ങൾ വീണ്ടും നടക്കാൻ തുടങ്ങി. ഇപ്പം എൻ്റെ തോളത്ത് കിടക്കുന്ന ബാഗാണ് കേട്ടോ ഞാൻ പറഞ്ഞത് 190 രൂപയ്ക്ക് വാങ്ങിയെന്ന്. ഈ ബാഗിൽ ഇങ്ങനെ ഒരു ബാഗ് നിങ്ങൾ കൊണ്ടുപോകണം എപ്പോഴും ഷോപ്പിങ്ങിന് പോകുമ്പോൾ. വലിയൊരു ബാഗ്. അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ കവർ തൂക്കി പിടിച്ച് നിങ്ങൾക്ക് മടുപ്പാവും. അപ്പോൾ കംപ്ലീറ്റ് സാധനങ്ങൾ അതിനകത്താണ് ഉള്ളത്. പിന്നെ ഞങ്ങളിത് ആ പാനിപൂരി കഴിക്കുവാണ്. പാനിപൂരി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ. ഇതൊക്കെ ഭയങ്കര ക്ലീൻ ആയിരിക്കുമോ, വിശ്വസിച്ച് കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് അതിന് കറക്റ്റായിട്ടുള്ള മറുപടിയൊന്നും തരാനില്ല. ഞങ്ങളുടെ രണ്ടാമത്തെ ചേച്ചി കഴിച്ചില്ലായിരുന്നു. അവൾ കുറച്ചൊരു ടെൻഷനുള്ള ആളാണ് ഇങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനത്തെ ഫുഡൊക്കെ വാങ്ങി കഴിക്കുമ്പോൾ. അതുകൊണ്ട് ഞാനും മൂത്ത ചേച്ചിയും വയറ് നിറയെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒരാൾക്ക് തന്നെ 6 പീസ് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ കഴിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇത് കഴിച്ചപ്പോൾ തന്നെ പകുതി വയറ് നിറഞ്ഞു കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ടാണ് ബാംഗ്ലൂർ വരുന്നത്, ഇങ്ങനെ ഷോപ്പിങ്ങിനൊക്കെ പോകുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മെട്രോ ചൂസ് ചെയ്ത് അവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ കഴിഞ്ഞ് പിന്നെ ലോക്കലായിട്ടുള്ള ഏരിയാസിൽ പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഊബർ മാത്രമേ സെലക്ട് ചെയ്യാവൂ കേട്ടോ. അതായത് ഊബർ ഓട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ലോക്കലായിട്ട് ഓടുന്ന ഓട്ടോസ് സെലക്ട് ചെയ്യുവാണെങ്കിൽ മിക്കവാറും പറ്റിക്കപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അവരിപ്പോൾ ഒരു 50 രൂപ പറഞ്ഞിട്ട് നമ്മൾ ഇന്ന സ്ഥലത്ത് ഇറക്കണം എന്ന് പറഞ്ഞാൽ ഓക്കെ പറഞ്ഞ് നമ്മൾ അതിനകത്ത് കയറും. പക്ഷേ ഇറങ്ങാൻ നേരം അവർ പറയും, ഓ നമുക്ക് ബ്ലോക്ക് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ ചുറ്റി വളഞ്ഞാണ് വന്നത്, അതുകൊണ്ട് 50 എന്നുള്ളത് ചിലപ്പോൾ 90 ആവും, 100 ആവും, 120 ആവും. അപ്പം ഞങ്ങളോട് പറഞ്ഞത് 50 അല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ അടി ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെല്ലാവരുടെയും ഒരു കെട്ടാവും കേട്ടോ. പിന്നെ അങ്ങോട്ട് ഒരു കൂട്ടം ഓട്ടക്കാരുടെ ഇടയിൽ പിടിച്ചു നിൽക്കാനൊന്നും നമുക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഊബർ എപ്പോഴും ചൂസ് ചെയ്യുക. ഊബർ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് അത് മാത്രം ചൂസ് ചെയ്യുക. എപ്പോഴും അവൈലബിൾ ആണ്. നമ്മളൊന്ന് ഊബർ ബുക്ക് ചെയ്തിട്ട് ഒരു 1-2 മിനിറ്റ്സിനുള്ളിൽ സംഭവം വരും. അതിനകത്ത് കയറി പോകുന്നതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള മെത്തേഡ്. അപ്പോൾ ഫസ്റ്റ് വരുന്നവർക്ക് വേണ്ടിയിട്ട് ചെറിയ ടിപ്സ് ഞാൻ ഇതിൻ്റെ ഇടയിൽ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. ജയനഗർ 4th ബ്ലോക്കിൽ തന്നെ ഞങ്ങൾ ഏകദേശം ഒരു 2 മണിക്കൂറിൻ്റെ അടുത്ത് അലഞ്ഞു തിരിഞ്ഞ് നടന്നായിരുന്നു. നമുക്ക് നല്ല രീതിയിൽ റീസണബിൾ ആയിട്ടുള്ള കുറേ ഐറ്റംസ് കിട്ടി. നിങ്ങൾക്ക് കുട്ടി ടോപ്സ്, ബാഗ്, ചെരുപ്പ് അങ്ങനത്തെയുള്ള സാധനങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ നിങ്ങൾ ജയനഗർ 4th ബ്ലോക്ക് നല്ലൊരു അടിപൊളി ഓപ്ഷനാണ്. അതല്ല നിങ്ങൾക്ക് ജ്വല്ലറീസ് അല്ലെങ്കിൽ സാരി, നല്ല അടിപൊളി വർക്കുള്ള ചുരിദാറുകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിക്പേട്ട് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഏതാണെന്നുള്ള അനുസരിച്ച് ചൂസ് ചെയ്താൽ അത്രയും അലഞ്ഞു തിരിഞ്ഞ് നടന്നാൽ മതി. പിന്നെ എന്ത് കാര്യവും നമ്മൾ ഒരു കടയിൽ ചെന്ന് പെട്ടെന്ന് അങ്ങ് വാങ്ങുന്നതിനേക്കാളും നല്ലത് ഒരു കാര്യത്തിന് വേണ്ടി തന്നെ 2-3 കടയിൽ കയറുക. അപ്പോൾ ആ വിലയുടെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു തുടക്കം തന്നെ നിങ്ങളെല്ലാം വാങ്ങി അങ്ങ് തിരിച്ചു പോകാതെ നിങ്ങൾ ഷോപ്പിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് അവിടേക്ക് ഒന്ന് നോക്കിയതിന് ശേഷം മാത്രം സെലക്ട് ചെയ്യുക.
പിന്നെ ജയനഗർ എന്ന് പറയുമ്പം അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കൊണ്ട് ഡംപ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമല്ല. പക്ഷേ ചിക്പേട്ട് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ഡംപ് ചെയ്ത് സാധനങ്ങൾ കൊണ്ടിട്ടിട്ടുണ്ടാകും. നമ്മൾ അതിനകത്ത് നിന്ന് ഒരുപാട് നോക്കി സെലക്ട് ചെയ്തെടുക്കണം. നല്ലതും ഉണ്ടാവും, ചീത്തയും ഉണ്ടാവും. ജയനഗറിൽ കമ്പാരിറ്റീവ്ലി നല്ല സാധനങ്ങളാണ് ഉള്ളത്. പക്ഷേ എനിക്ക് രണ്ടും ഒരുപോലെ ഇഷ്ടപ്പെട്ടു. രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. വളരെ ഹാപ്പിയായി തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഇത് നെയ്ബറിൻ്റെ പപ്പിയാണ് കേട്ടോ. കൊക്കോ എന്നാണ് ഈ പപ്പിക്കുട്ടിയുടെ പേര്. എനിക്കിതിന് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇതിൻ്റെ കൂടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ദിവസം ഷോപ്പിംഗ് ജയനഗർ 4th ബ്ലോക്ക് ഞങ്ങൾ അടിച്ചു പൊളിച്ചു കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.